ആറന്മുള വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നടത്തുന്നതിനെതിരെ പള്ളിയോട സേവാ സംഘം രംഗത്ത്. ദേവസ്വം ബോർഡ് വള്ളസദ്യ ഏറ്റെടുത്ത് നടത്തുന്നത് ആചാര ലംഘനമാണെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ വാദം. എന്നാൽ വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്നും പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും ഈ പള്ളിയോട സേവാ സംഘത്തിന്റെ അഭിപ്രായം അതല്ല. അപ്പോൾ കാര്യങ്ങൾ, ഈ ഭിന്നത കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. എല്ലാ ഞായറാഴ്ചയും ഒരു വള്ളസദ്യ നടത്താനുള്ള തീരുമാനത്തിലേക്കായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയത്. ഹൈക്കോടതി നിർദ്ദേശമടക്കമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. പക്ഷേ ഇപ്പോൾ അതിനെതിരെയാണ് ഈ പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ആചാര ലംഘനമാണെന്നും അനുവദിക്കില്ല എന്നുമാണ് പള്ളിയോട സേവാ സംഘം പറയുന്നത്. അത് ചൂണ്ടിക്കാട്ടി അവർ ദേവസ്വം ബോർഡിന് കത്തടക്കം നൽകിയിട്ടുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പറയുന്നത് ആചാര ലംഘനത്തിന്റെ പ്രശ്നം ഈ വിഷയത്തിൽ വരുന്നതേയില്ല. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശം അടക്കം പാലിച്ചുകൊണ്ടാണ് നിലവിൽ ദേവസ്വം ബോർഡ് അത്തരത്തിൽ ആറന്മുള വള്ളസദ്യ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നിപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളോ വരാനുള്ള സാധ്യതയുമില്ല. കാരണം കഴിഞ്ഞ മാസം 10-ാം തീയതി ചേർന്ന യോഗത്തിൽ അതിൽ ഈ ആറന്മുള ക്ഷേത്ര ഭാരവാഹികളടക്കം പങ്കെടുത്തതാണ്. 3 സമിതി അംഗങ്ങളും പങ്കെടുത്തതാണ്. ആ യോഗത്തിൽ ഇത്തരത്തിൽ ഹൈക്കോടതി നിർദ്ദേശം സൂചിപ്പിക്കുകയും ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിലെ ആറന്മുള വള്ളസദ്യ ദേവസ്വം ബോർഡ് നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് ആ യോഗത്തിലാണ്. അപ്പോഴൊന്നും അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ ഒന്നും പ്രകടിപ്പിക്കാതെ ഇപ്പോൾ അറിഞ്ഞില്ല എന്നുള്ള ഒരു വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ പള്ളിയോട സേവാ സംഘം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നുമാണ് നിലവിൽ ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. എന്തായാലും ഇതിൽ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും തമ്മിലുള്ള തർക്കങ്ങളും വാദപ്രതിവാദവും തുടരുകയാണ്. എന്തായാലും നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. ദേവസ്വം ബോർഡ് നിയമപരമായി തന്നെ അല്ലെങ്കിൽ കോടതി നിർദ്ദേശം അനുസരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ലക്ഷ്മി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.